ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജിമ്മിൽ പോകുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ സിമ്പിളാണ്, എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് പാനിലേക്കിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 2 മുട്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 or 2 വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 മുട്ട, മൊത്തത്തിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചിക്കിയെടുക്കുക. മുട്ട ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, നമ്മൾ ചിക്കി പൊരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ മുട്ട ഇതേപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുളപ്പിച്ച പയറാണ്. ചെറുപയർ 2 ദിവസം ഇതേപോലെ മുളപ്പിച്ചെടുത്തിട്ട് ആ പയർ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പയർ പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരല്പം സവോളയും അതേപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. സവോള ഇങ്ങനെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് സവോളയുടെ ആ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഹൈ പ്രോട്ടീനായിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വേണ്ട. നല്ല ഹൈ പ്രോട്ടീനാണ്. മുട്ടയുണ്ട്, അതേപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാലഡ് കഴിക്കുന്നതിൻ്റേതായിട്ടുള്ള, സാലഡൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റൊന്നും പ്രശ്നമാകത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാതള നാരങ്ങ, അനാറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. പക്ഷേ അത് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലിടയ്ക്ക് അതുകൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക്, ഇത് ചിലപ്പോൾ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഇത് മാത്രം തന്നെ മതി. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സാലഡാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റും ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്